ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ആടുജീവിതം 40-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആഘോഷിക്കേണ്ട മുഹൂർത്തം എന്ന് തന്നെ പറയാം. 100ഓളം തിയേറ്ററുകളിൽ സിനിമ 40-ാം ദിനം ഓടുന്നു. പണ്ടത്തെ കാലമല്ല, 90s അല്ല, ഇത് 2024 ഒരു സിനിമ 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം ഓടുക എന്ന് പറഞ്ഞാൽ പണ്ട് 365 ദിവസം ഓടുന്നതിന് തുല്യം പോലെ തന്നെയാണ്. ഇന്ന് ഈ സിനിമ ഓടുമ്പോൾ 82 ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 5 ലക്ഷത്തോളം രൂപയാണ്. അതായത് ഇന്നലത്തേക്കാളും ഇടിവയ്ക്കാണ് സിനിമയ്ക്ക് വരുന്നത്. അതൊരു 7-8 ലക്ഷം രൂപയാണ് വരുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ കേരള കളക്ഷൻ ഈ സിനിമ നേടിയിരിക്കുന്നത് 80 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, ഒരു ക്ലാസിക് സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആടുജീവിതം ഏറ്റവും പ്രിയങ്കരമാകുന്ന വേറെ ഒന്നുമല്ല, നജീബിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ എല്ലാം നമുക്ക് നേരത്തെ തന്നെ അറിയാം. കാരണം ബെന്യാമിൻ്റെ നോവലിലൂടെ നമ്മളത് കണ്ടതാണ്. അത് ദൃശ്യവിസ്മയമായി വന്നപ്പോൾ അത് നമ്മളെ വല്ലാതെ വിസ്മയിപ്പിച്ച് തന്നെയാണ് പോയത്. കഴിഞ്ഞ 40 ദിനങ്ങളിലും ജനങ്ങൾ ഈ സിനിമയെ നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിലും ഈ സിനിമ ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം ഇവിടെ ഈ ഒരു സിനിമ നൽകുന്ന ഒരു ആത്മവിശ്വാസം സിനിമാ മേഖലയ്ക്ക്. സോളോ 150 കോടി നേടുന്ന നടനായി മാറുന്നു പൃഥ്വിരാജ്. വേറെ ഒരു നടനും അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സിനിമയും ഉണ്ടായില്ല. തൊട്ട് പിന്നാലെ ഫഹദ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇന്നോ അല്ലെങ്കിൽ നാളെയോ അദ്ദേഹം ആ 150 കോടിയിലേക്ക് കയറും. പക്ഷേ ഒരു ക്ലാസിക് സിനിമയാണ് ഈ ഒരു സിനിമ ആടുജീവിതം. അതായത് മരുഭൂമിയിലെ കഷ്ടപ്പാട്, ബ്ലസ്സിയുടെ 16 വർഷത്തെ കഷ്ടപ്പാട്, വമ്പൻ ബഡ്ജറ്റിൽ വന്ന സിനിമ, 82 കോടിയോളം മുടക്കി വർഷങ്ങളോളം എടുത്ത് ചെയ്ത സിനിമ ഇന്ന് ജനങ്ങൾ പറയുന്നു മികച്ചതാണ് എന്നത് ഈ ഒരു 40 ദിവസം കൊണ്ട് അവർ തെളിയിച്ചിരിക്കുന്നു. എന്തായാലും വളരെ ഗംഭീരമായിരിക്കുന്നു ഈ സിനിമ. നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കണ്ടത് ഒന്ന് കമൻസിലൂടെ പറയാം. കാണാത്തവരാണെങ്കിൽ എന്താ കാണാത്ത, പോയി ഒന്ന് കണ്ടിട്ട് വാ എന്നാണ് പറയാനുള്ളത്. വേൾഡ് വൈഡായിട്ട് സിനിമ 160 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു. നമ്മളെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്.